ഹലോ ഫ്രണ്ട്സ്, പൈത്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്യൂമറേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇൻഡെക്സും അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ലൂപ്പിലോട്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് എക്സാമ്പിളോട്ട് എടുക്കാം. അതിനായിട്ട് നമുക്കൊരു ലിസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രൂട്ട്സ് ഈക്വൽസ് ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുക്കുന്നു. ഇവിടെ ആപ്പിൾ, banana, grapes, pineapple, mango. ഇത്ര ഞാൻ കൊടുക്കുന്നു. 5 ഫ്രൂട്ട്സിന്റെ പേര് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇറ്ററേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ എന്യൂമറേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അപ്പം അത് നമ്മൾ ഫോർ ലൂപ്പിൽ വെച്ചാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനായിട്ട് നേരെ അതിലോട്ട് കടക്കാം. ഇപ്പം നമ്മൾ ഫോർ ലൂപ്പ് വയ്ക്കുക. ഫോറിനകത്ത് നമ്മൾ ഇൻഡെക്സ്, ഈ ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. അതിനകത്ത് ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഇൻഡെക്സ് 0, ബനാനയുടെ 1, ഗ്രേപ്സിൻ്റെ 2, പൈനാപ്പിളിൻ്റെ 3, മാംഗോയുടെ 4. അപ്പോൾ അതാണ് ഈ ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രൂട്ടാണ്, ഒരു ഫ്രൂട്ട്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ഫ്രൂട്ട് എന്ന് പറഞ്ഞതിനകത്ത് ആദ്യം പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അത് ലൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ആപ്പിൾ ആകും, പിന്നീട് ഫ്രൂട്ടിനകത്ത് ബനാന വരും, പിന്നീട് ഗ്രേപ്സ് വരും, പിന്നെ പൈനാപ്പിൾ വരും, പിന്നെ മാംഗോ വരും. അതാണ് ഫ്രൂട്ട് എന്നുള്ള ആ ഒരു വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഉദ്ദേശിക്കുന്നത് ഇൻഡെക്സും, ഫ്രൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലിസ്റ്റിനകത്ത് എലിമെന്റ്സും. എന്നിട്ട് നമുക്കിനി enumerate ഇവിടെ നമ്മൾ പറയേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഇനി നമുക്കതൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഇവിടെ ആദ്യം ഞാൻ ഐ ഒന്ന് പ്രിന്റ് ചെയ്ത, കോമ അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയാം, ഇൻഡെക്സ് ഇവിടെ ഐ പറയുക, ദെൻ കോമ, ഇവിടെ ഫ്രൂട്ട് നെയിം, ഫ്രൂട്ട് എന്നുള്ളടത്ത് നമുക്ക് ആ ഫ്രൂട്ട് എന്നുള്ള ആ വേരിയബിൾ പറയാം. ഓരോ പ്രാവശ്യം അവിടെ അത് വന്നോളൂ. ഇനി നമുക്ക് നേരെ ഇതൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്യാം. ഇപ്പം നമുക്കാണ് ഇൻഡെക്സ് 0 ഫ്രൂട്ട് ആപ്പിൾ, ഇൻഡെക്സ് 1 ഫ്രൂട്ട് ബനാന, ഇൻഡെക്സ് 2 ഫ്രൂട്ട് ഗ്രേപ്സ്, ഇൻഡെക്സ് 4 ഫ്രൂട്ട് പൈനാപ്പിൾ, ഇൻഡെക്സ് 3 ഫ്രൂട്ട് പൈനാപ്പിൾ, ഇൻഡെക്സ് 4 ഫ്രൂട്ട് മാംഗോ. സോ ഇതിൻ്റെ ഈ എന്യൂമറേറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഫോർ ലൂപ്പിൽ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.